എസ് ബി ക്രിയേഷൻസിലെ സോളോ പൈസ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മളെ സൂപ്പർ മാർക്കറ്റിൻ്റെ പാർട്ട് 2 ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് ഇറക്കാം. അപ്പോൾ ഈ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന കിട്ടിയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടി കൊടുക്കുന്നുണ്ട്, കാരണം എന്നാലേ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം നമുക്ക് 31 രൂപയാണ് കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സെയിൽ ചെയ്യണം. പിന്നെ നമുക്ക് വന്നിട്ട് ചെക്കൗട്ട് ചെയ്യാനുണ്ട്. ഇപ്പോഴും നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചെക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് സാധനം ചെക്കൗട്ട് ചെയ്ത് വിടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലായിടത്തും വച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ആ ഒരു പ്രൈസ് കാര്യങ്ങളൊക്കെ കൂട്ടി വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാത്തിനും എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ക്ലോസ് ബോർഡ് ഓപ്പൺ ആക്കിയും വെച്ചിട്ടുണ്ട്. നമുക്കിനി വെയിറ്റ് ചെയ്യാം, കാരണം ആൾക്കാരൊക്കെ വരണം. ഓക്കെ, ഇതാ ഒരു ചേച്ചി വന്നിട്ടുണ്ട്. ചിലവരൊക്കെ ഇതുപോലെ ഒരെണ്ണമൊക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ വാങ്ങുന്നതിന് പ്രൈസും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഒരു പ്രോഡക്റ്റ് ലൈസൻസ് എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ അതിന് കൂടുതലാണ്, നമുക്കത് പിന്നീട് എടുക്കാം, റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ അങ്ങനെ നമ്മൾ അതിനുള്ള പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 50 രൂപയാണ് അതിന് കൊടുക്കാനുള്ളത്. അത് നമ്മൾ സെയിൽ ചെയ്തതിന് ശേഷം നമ്മളത് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും കുറേ സെയിലിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ചെക്കൗട്ട് ചെയ്യാം. അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പുതിയ ഷെൽഫ് വാങ്ങണം. അത് സത്യമാണ്, കാരണം നമുക്കിപ്പോൾ തന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ സ്പേസ് കുറവാണ്. അതുകൊണ്ട് കുറച്ചുകൂടെ ഷെൽഫും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടതായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ അങ്ങനെ നമ്മൾ പേയ്മെൻറ്റൊക്കെ കൊടുത്ത് ചെക്കൗട്ട് ചെയ്തൊക്കെ അങ്ങ് വിടുന്നുണ്ട്. ഇനി അടുത്ത ഒരു ആൾക്കാർ വന്നിട്ട് വേണം നമുക്ക് വീണ്ടും ഇതുപോലെ പൈസ വന്നിട്ട് വേണം കുറച്ചും കൂടെ പുതിയ പ്രോഡക്റ്റ്സ് വാങ്ങാനായിട്ട്. കാരണം നമ്മളിപ്പം കുറച്ച് പ്രോഡക്റ്റ് ലൈസൻസ് എടുത്തതിന് ശേഷം നമുക്ക് ഇനി ആ ഒരു ലൈസൻസ് വെച്ച് കുറേ കൂടെ പ്രോഡക്റ്റ്സ് എടുക്കാനായിട്ട് സാധിക്കും. ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുക്കണം. ഓക്കെ, സോ നമ്മൾ ഫുള്ളായിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലോസ് ബോർഡും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കിനി പ്രോഡക്റ്റ് നോക്കാം. ഓക്കെ, പ്രോഡക്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് നമ്മൾ 4 എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ കുറേ കൂടെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഏകദേശം 5 കൂടെ എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ അല്ല 6 വന്നിട്ടുണ്ട് ഗൈസ് നമുക്ക്. അങ്ങനെ നമ്മൾ ഇതെല്ലാം വാങ്ങുകയാണ് ഗൈസ്. പാസ്ത, ഷുഗർ പൗഡർ, ഓയിൽ, ഇതെല്ലാം ഗൈസ് നമ്മൾ വാങ്ങുകയാണ്. അങ്ങനെ ഗൈസ് നമ്മളിതെല്ലാം വാങ്ങിയിട്ടുണ്ട്, എല്ലാം ഓർഡർ കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും വാങ്ങുന്നുണ്ട്. പിന്നെ പീനട്ട് ബട്ടറും എല്ലാത്തിനും ഓർഡർ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഡെലിവറിയൊക്കെ സ്പീഡപ്പ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്യാനായിട്ട് ടൈമില്ല, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെലിവറിയൊക്കെ വന്നതിനൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഷെൽഫ് വാങ്ങണമെന്നാണ്. പക്ഷെ നമ്മളത് വാങ്ങിയില്ല, സാധനങ്ങളാണ് വാങ്ങിയത് ഗൈസ്. അപ്പോൾ എന്തായാലും അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. അടുത്ത് നമ്മൾ സെയിൽ ചെയ്തതിന് ശേഷം നമുക്ക് ആ സാധനങ്ങൾ വാങ്ങാം. നമ്മൾ ഓരോന്നായിട്ട് എടുക്കാം. സ്ലൈസ്ഡ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സാധനം എടുക്കാം. ഇത് വന്നിട്ട് പൗഡേർഡ് ഷുഗറാണ് തോന്നുന്നു, അതും വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു സംഭവം നമ്മൾ എടുക്കാണ്. ഈ ഒരു ഗെയിം നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്, നല്ല രസമാണ് കളിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഏരിയയിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ട് ഈ ഒരു ഗെയിമിൻ്റെ പാർട്ട് 3 തുടങ്ങുന്ന വരാനാണ്. ഇപ്പോൾ പാർട്ട് 1 കാണാത്തവർ ഈ ഒരു പാർട്ട് കാണുന്നതിന് എന്തായാലും പാർട്ട് 1 കാണാത്തവരുടെ കാണുക. നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് എത്തി വയ്ക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു ഷെൽഫ് ഏകദേശം നിറയാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഷെൽഫ് എന്തായാലും നിറയാറായിട്ടുണ്ട്. ഫുള്ളി നമ്മുടെ ഷെൽഫും കാര്യങ്ങളൊക്കെ നിറയാറായിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഷെൽഫ് എന്തായാലും നിറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഷെൽഫിന് നിറയും. പക്ഷേ നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷെൽഫിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വെക്കാൻ പറ്റും. അതുകൊണ്ടൊരു പ്രശ്നമാണ്, നമുക്ക് വേറെ പ്രോഡക്റ്റ്സ് ഒന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ബാക്കി വന്ന 2 പ്രോഡക്റ്റ്സ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അകത്തെടുത്ത് വെക്കുകയാണ്. നമുക്ക് സ്പേസ് വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെക്കാം. സ്പേസ് അപ്പോൾ നമ്മൾ അങ്ങനെ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതും നമുക്കിങ്ങനെ മാറ്റി വയ്ക്കാം, കാരണം സ്പേസ് ഇല്ല. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ അതൊക്കെ എടുത്ത് വെക്കാം ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ കാണുക, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റിൽ പറയുക. അപ്പോൾ നമ്മളിങ്ങനെ പ്രോഫിറ്റൊക്കെ അത് വേണ്ടി നമ്മളങ്ങനെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളും കൂട്ടുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.